പ്രിയപ്പെട്ടവരെ, സലാമുണ്ട് ട്ടാ, സലാമുണ്ട്. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് 8 നിലയിൽ പൊട്ടി, 8 നിലയിലല്ല 16 നിലയിൽ പൊട്ടിയിരിക്കുകയാണല്ലോ CPM പിണറായി വിജയനും ഒക്കെ. എന്നാലും അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനൊന്നും ഒട്ടും കുറവില്ല, ഒട്ടും ഒരു തരി പോലും കുറവില്ല. അല്ല, ഒരു തരി എന്ന് പറഞ്ഞപ്പോഴാണ് ആ കാര്യം ഓർമ്മ വന്നത്. ഒരു തരി കനൽ മാത്രമാണ് ഈ പ്രാവശ്യം കിട്ടിയേക്കണേ. ഒരു തരി കനൽ, ആ ഒരു തരി കിട്ടിയിട്ട് അഹങ്കാരത്തിന് ഒട്ടും ഒരു തരി പോലും കുറവില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അതങ്ങനെയാണല്ല, കുളിച്ചില്ലെങ്കിലും ഏതാണ്ടൊക്കെ പുറത്ത് കിടക്കട്ടെ എന്ന് പണ്ട് കാരണന്മാർ പറയൂല, ആ മട്ടിനാണ് ഇപ്പോഴും കാര്യങ്ങൾ പോണേ. ഒരു കുറവും കിട്ടിയിട്ടില്ല ആ സ്വഭാവത്തിന്, ഇപ്പോഴും എടുത്തടിച്ച പോലെയാണ് നിൽക്കുന്നത്. ഇന്നലെ ഒരു പാതിരി, അതായത് യാക്കോബായ സഭയുടെ ഒരു പാതിരി ഉണ്ടല്ലോ, കുർലോസിസ്, അങ്ങോരുടെ FB പേജിൽ ഒരു പോസ്റ്റ് ഇട്ട്, ഇനിയും കേരളത്തിൽ ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ച് വിഡ്ഢികളാക്കി കിറ്റും കൊടുത്ത് ഭരണത്തിൽ വരാമെന്ന് വിചാരിക്കേണ്ട പിണറായി വിജയ എന്ന് അങ്ങോരൊരു കുറിപ്പിട്ട് കഴിഞ്ഞപ്പോൾ, പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്ത് എന്താണെന്നറിയാമോ? അതായത് സംസ്ഥാന സർക്കാരിൻ്റെ 3-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട്, എന്തുട്ട് പ്രോഗ്രസ് റിപ്പോർട്ട്, എന്ത് പ്രോഗ്രസ് ഉണ്ട് ഈ സർക്കാരിന്? ഒരു പ്രോഗ്രസ്സും ഇല്ല. പ്രോഗ്രസ് ഇല്ലാത്ത സർക്കാർ പിന്നെ എന്തിനാ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കണത്? ഇതാരെ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുക്കണത്? നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നിട്ടാ, അതിന് നമ്മുടെ കയ്യിൽ തരൂലായിരുന്നു അത് നമ്മൾ പഠിക്കുമ്പോൾ. കാരണം എന്താ, അതിലെല്ലാത്തിലും എന്താണ്, ഈ മുരളീധരൻ പറഞ്ഞില്ലേ, BJPയുടെ റിസൾട്ട് വരുമ്പോൾ, തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ കോഴിമുട്ടയുടെ രൂപത്തിലായിരിക്കും എന്ന് പറഞ്ഞില്ല, അതുപോലെയായിരുന്നു അന്ന് നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ടിലൊക്കെ ഉണ്ടായിരുന്നത്. ഒരു 5-6 കോഴിമുട്ട ഉണ്ടാവും. അതിൻ്റെ പേരിൽ ആ പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ തരൂല്ല. വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരാൻ പറയും, ഉമ്മാനെ ബാപ്പേനെ ആരെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ട് വന്നാൽ ഈ സാധനം കയ്യിൽ തരുള്ളൂ എന്ന് പറയും. അന്ന് നമുക്ക് സ്കൂളിൽ നിന്നാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് നമുക്ക് തരുന്നത്. ഇവർക്കാരെ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുക്കണേ? മുഖ്യമന്ത്രിയുടെ ഭരണം നല്ലതാണെന്ന് പറഞ്ഞാൽ ആരാ പ്രോഗ്രസ് റിപ്പോർട്ട് എഴുതുന്നത്? മുഖ്യമന്ത്രി തന്നെ. അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറി എഴുതി കൊടുക്കും, ഇല്ലെങ്കിൽ നല്ല കയ്യക്ഷരം ആരാന്ന് വെച്ചാൽ അവരെ എഴുതി കൊടുക്കും. അതാണ് പ്രോഗ്രസ് റിപ്പോർട്ട്. ഈ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോഴാണ് ആ തിരുമേനി ഉണ്ടല്ലോ, നമ്മുടെ ബിഷപ്പ് തിരുമേനി കുർലോസിസ്, ആ തിരുമേനി FB പോസ്റ്റ് ഇട്ടതിന് തിരുമേനീനെ അടപടലം അങ്ങോട്ട് പൊട്ടിച്ച് പറഞ്ഞെന്താണെന്നറിയാമോ? ചില പുരോഹിതന്മാരുടെ വിവരദോഷികളായ ചില പുരോഹിതന്മാരുണ്ടെന്ന്, പുരോഹിതന്മാരുടെ ഇടയിൽ കുറേ വിവരദോഷികളുണ്ടെന്ന്. മുൻപ് ഈ പുരോഹിതനെ പറഞ്ഞ വേറൊരു വാക്കുണ്ട്, അതായത് പുള്ളിക്കാരന് ഒരു ഡിക്ഷണറി ഉണ്ട്, ആ ഡിക്ഷണറിയിൽ കുറേ വാക്കുകളുണ്ട്. ഒന്ന് പരനാറി, ഒന്ന് കുലംകുത്തി, ഒന്ന് നികൃഷ്ട ജീവി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പിതൃശൂന്യൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പദങ്ങൾ ആ പുള്ളിയുടെ ഡിക്ഷണറിയിലുണ്ട്. ഇപ്പോൾ പുതിയൊരു പദം കൂടി, വിവരദോഷി. ആരെ വിവരദോഷി? ഈ കുർലോസിസ് എന്ന് പറഞ്ഞ തിരുമേനി, യാക്കോബായ സഭയുടെ പരമാധ്യക്ഷനായിരുന്ന ആ തിരുമേനിയെ കുറിച്ചാണ് ഈ പുള്ളിക്കാരന് ഇങ്ങനെ പറയുന്നത്. ന്യൂനപക്ഷ പ്രീണനം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിന് കൂടെ നിർത്തി കേരളത്തിൻ്റെ അന്ത്യം വരെ, കേരളം ഇനി പ്രളയം എടുത്തു പോകുന്നത് വരെ ഭരിക്കാമെന്നാണ് പുള്ളിക്കാരൻ വിചാരിച്ചിരുന്നത്. അത് തന്നെയാണ് ഈ തിരുമേനിയും പറഞ്ഞേട്ടാ. ഇനി ഒരു പ്രളയം വരുമെന്ന് കരുതിയിട്ട് ഇരിക്കേണ്ട, ഒരു കിറ്റ് കൊടുത്തിട്ട് ജനങ്ങളെയൊക്കെ പാട്ടിലാക്കി വോട്ട് മേടിച്ച് അവിടെ കയറി ഇന്ന് ഭരിക്കാമെന്ന് വിചാരിക്കേണ്ടെന്നുള്ള വ്യക്തമായിട്ട് തന്നെ പുള്ളി എന്താണ്, ആ കുർലോസിസ് എന്ന് പറഞ്ഞ തിരുമേനി ആ മുഖപുസ്തകത്തിൽ എഴുതി, മുഖപുസ്തകം FB പേജ് അതിലെഴുതി. അതാണ് ഈ നമ്മുടെ മുഖ്യമന്ത്രിനെ ചൊടിപ്പിച്ചത്. അപ്പം തന്നെ പറഞ്ഞ് അതെന്താ, ഈ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് ഇല്ലാത്ത ഒരു പ്രോഗ്രസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കണം, ആരാണ്ടൊക്കെ എഴുതി കൊടുത്ത ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് ഈ തിരുമേനിയുടെ നെഞ്ചത്തേക്ക് അങ്ങോട്ട് കയറി. പറഞ്ഞത് വിവരദോഷികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ പലതും പറയും, പുരോഹിതന്മാരുടെ ഇടയിൽ ചില വിവരദോഷികളുണ്ട്. മുമ്പ് പറഞ്ഞത് നികൃഷ്ട ജീവിതമാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ പുള്ളിക്കാരന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആര് ചെയ്താലും അവരെയൊക്കെ പുള്ളി അങ്ങോട്ട് അർമാദിച്ച് ഇടങ്ങേറാക്കി കാട്ടിക്കളയും. അപ്പോൾ ഈ തിരുമേനിയുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ, യാക്കോബായ ഈ തിരുമേനിയുടെ സ്ഥലം, ഭദ്രാസന നിരണത്തിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ തിരുവല്ലയാണ് ആ സ്ഥാനം. ഈ തിരുവല്ലയിലുള്ള CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റിലുള്ള ഒരാൾ ഉണ്ട്, അഡ്വക്കേറ്റ് പ്രകാശ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വിമർശിക്കണ ആളുകളെ ശത്രുക്കളായിട്ട് കാണാൻ പാടില്ല എന്ന്. വിമർശനം ആർക്കും ആവാം, അത് ക്രിയാത്മകമായ വിമർശനം ആർക്കും ആകാം. ഇല്ലെങ്കിൽ ഞാൻ ചോദ്യം ചെയ്യാൻ പറ്റാത്തൊരു ശക്തിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ തോന്നിയ പോലെ നടക്കുക, ആനയ്ക്ക് മതളകി പോലെ കണ്ണി കാണുന്നൊക്കെ ഇടിച്ച് തകർത്ത് എൻ്റെ തോന്നിയ പോലെ ഞാൻ അങ്ങോട്ട് ജീവിക്കും. അത് പാടില്ല, അത് ജനാധിപത്യത്തിൽ അത് പാടില്ല. ക്രിയാത്മകമായ വിമർശനം ആവശ്യമുണ്ട്, ഇല്ലേ? എല്ലാവരും പറയണം ആത്മവിമർശനം നടത്തണമെന്നാണ് പറയണത്. അതൊന്നും ഈ പുള്ളിക്കാരൻ അറിയാൻ പാടില്ല, നമ്മുടെ മുഖ്യമന്ത്രിക്ക് അറിഞ്ഞുകൂടില്ല. ഇത് ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അവരെ ഇടങ്ങേറാക്കി കളയും, അവരെ ഇല്ലാണ്ടാക്കി കളയും. കാരണം പുള്ളി തന്നെ ഒരു പ്രോഗ്രസ് പുള്ളിക്ക് ഉണ്ടാക്കി വെച്ചേക്കല്ലേ.
ആ പ്രോഗ്രസ്സിൽ പുള്ളി എല്ലാത്തിലും ഒന്നാമനാണ്. പണ്ട് നമുക്ക് എന്താണ് ഈ പ്രാവശ്യം മുരളീധരൻ BJPക്ക് കിട്ടുമെന്ന് പറഞ്ഞ പോലെ ആ കോഴിമുട്ടയുടെ കാര്യം പറഞ്ഞാൽ പണ്ട് നമുക്ക് എല്ലാ കോളത്തിലും ഈ കോഴിമുട്ടയാണ്. പക്ഷേ പിണറായി വിജയൻ എന്ന സർക്കാരിന് ആ കോളത്തിലൊക്കെ ഇട്ടേ വെച്ചേക്കണേ എന്തെന്നാ 100-ന് 110 മാർക്കാണ്. 100-ന് 110. 916 എന്ന് പറയൂല, ചില ജ്വല്ലറികളൊക്കെ പരസ്യം കൊടുക്കൂലേ, അക്ഷയ തൃതീയക്ക് ഇങ്ങനെ സ്വർണം മേടിക്കണം എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കൂലേ, ലോകത്തിലുള്ള എല്ലാ ജ്വല്ലറിയും കൂടി ഇല്ല. അന്ന് സ്വർണം മേടിച്ച് വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ച സ്വർണം ഇങ്ങനെ തന്നെ മുളച്ച് വരും എന്നുള്ള തരത്തിലുള്ള അവരുടെയൊക്കെ പരസ്യം വരുന്നത്. അതിന് അവർ പറയണത് 916 സ്വർണം എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിക്ക് അവർ കൊടുത്തേക്കണത്, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ് കൊടുത്തേക്കുന്നത് 916 ഈ മുഖ്യമന്ത്രി. ഇനി അതിനപ്പുറത്തേക്ക് വല്ല ക്യാരറ്റ് ഉണ്ടോയെന്ന് നമുക്കറിഞ്ഞൂടാട്ടോ, അത് പുള്ളിക്ക് അറിയാമോ എന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പോൾ 916 ആണ്. അങ്ങനെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്തേക്കണേ. പക്ഷേ ഇവിടെ ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കൂല. ഒരു ന്യൂനപക്ഷത്തിനെ ഇങ്ങനെ അടുപ്പിച്ച് നിർത്തി വോട്ട് നേടി ഭരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ മറ്റുള്ള ചില വേറൊരു ന്യൂനപക്ഷം ഉണ്ടല്ലോ ഇവിടെ, അതായത് ഈ തിരുമേനിയൊക്കെ വരണേ ഒരു കൂട്ടം, കുർലോസിസ് തിരുമേനിയൊക്കെ അടങ്ങണ വേറൊരു ന്യൂനപക്ഷം, അവർക്കൊക്കെ നേരെ അങ്ങോട്ട് കണ്ണടച്ച് പ്രത്യേക ഒരു മതവിഭാഗത്തെ കൂടെ നിർത്തി അവർക്ക് ആവശ്യമുള്ളത് ആവശ്യമില്ലാതൊക്കെ വാരി കോരി കൊടുത്ത് അവരുടെ വോട്ട് കൊണ്ട് അവരുടെ തണലിൽ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഈ കേരളം ഇനി കടലെടുത്ത് പോകുന്നത് വരെ ഭരിക്കാമെന്നുള്ളൊരു കണ്ടീഷനിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ പുള്ളിക്കാരനെ ഇറങ്ങേണ്ടി വരാണെന്നുണ്ടെങ്കിൽ മരിമോനെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് അവിടെ മരിമോന് മുഖ്യമന്ത്രി കുപ്പായമൊക്കെ തയ്പ്പിച്ച് വച്ച് എല്ലാം പാകണമെന്നൊക്കെ നോക്കി ഇട്ടൊക്കെ നോക്കി അവിടെ വച്ചിട്ടുണ്ട്, ട്രയലെടുത്ത് അവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പുള്ളിക്കാരൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മരിമോനെ മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോൾ അതിന് ഇന്ന ആളുകളൊക്കെ കൂടെ നിർത്തണമല്ല. അതുകൊണ്ട് എന്ത് പറ്റി, വേറെ വിഭാഗക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ല, ഈ എന്താണ് വേറെ മതന്യൂനപക്ഷം ഉണ്ടല്ലോ. അപ്പോൾ ഈ തിരുമേനി കുർലോസിസ് തിരുമേനിയൊക്കെ അടങ്ങണ ഒരു വലിയ വിഭാഗം അവിടെ ഉണ്ട്. അതുപോലെ വേറെ ഹൈന്ദവരിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ടല്ലോ, OBC OEC എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉണ്ടല്ലോ. അവർക്കൊന്നും ഒരു സാധനം ഒന്നും കൊടുക്കൂല, അവർക്കൊന്നും ഒന്നും കൊടുക്കൂല, ഒരു സാധനം ഒരു ആനുകൂല്യമില്ല. കൊടുക്കണൊക്കെ ഈ പ്രത്യേക സമുദായത്തിനാണെന്ന് ഇവരൊക്കെ പറയണേ. അതുകൊണ്ട് എന്ത് പറ്റി, ഈ സമുദായങ്ങളൊക്കെ തിരിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞിട്ട് എല്ലാവരും ചറ പറയാന്ന് അങ്ങോട്ട് വോട്ട് അങ്ങോട്ട് കുത്തി. എവിടെ കുത്തി? കണ്ണി കണ്ടവർക്കൊക്കെ അവർ കുത്തി. കോൺഗ്രസിന് കുത്തി, BJPക്ക് കുത്തി. ഇവർക്ക് അരിവാൾ ചുറ്റിയേക്ക് മാത്രം കുത്തിയില്ല. അരിവാൾ ചുറ്റിയൊക്കെ ഇനി കൊല്ലൻ്റെ ആലയിലെ കൊണ്ടുപോയി രാഗി എനിക്ക് മൂർച്ച വെച്ചാലും അത് ഒരു ഫലമില്ലാണ്ട് പോകുന്നെന്ന് പറഞ്ഞാൽ അത്രത്തോളം അത് കിടകെട്ടുപോയി ആ സാധനമൊക്കെ. ഇനി ഇവിടെ വയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രീണനം കൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തെ കൂടെ നിർത്താൻ വേണ്ടി നടത്തി ഈ പ്രീണനത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ കുർലോസിസ് തിരുമേനിയും പറഞ്ഞത്, ഈ വക കാര്യങ്ങൾ വേഷം കെട്ടുകൊണ്ട് ഇനി ഭരിക്കാൻ പറ്റില്ല, ഇനി പ്രളയം ഉണ്ടാവുമെന്ന് കരുതി കാത്തിരിക്കരുത്, കിറ്റ് കൊടുത്ത് ജനങ്ങളെ മയക്കി കിടത്തി ഭരിച്ച് വോട്ട് മേടിച്ച് ഭരിക്കാമെന്ന് വിചാരിക്കരുത് എന്നാണ് പറഞ്ഞത് തിരുമേനി. തിരുമേനി ഇപ്പോഴും പറയുന്നത് ഞാൻ ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്, ഞാൻ ഒരിക്കലും പുറോട്ടേക്ക് മാറില്ല. അതിൻ്റെ വേറെ ഏറ്റവും വലിയൊരു വിശേഷം എന്ന് പറഞ്ഞാൽ ഈ തിരുമേനി ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്, പുള്ളി പുരോഗമന ചിന്താഗതിക്കാരനാണ്. നോക്കണം, പാതിരിയാണ്, ബിഷപ്പാണ്, എന്നിട്ട് പോലും ആൾ ചിന്തിക്കുന്നത് പുരോഗമനത്തിൻ്റെ പാതയിലാണ്. അതായത് ആൾ CPM-നോട് അനുഭാവമുള്ള ഒരു ബിഷപ്പാണെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ബിഷപ്പിൻ്റെ നെഞ്ചത്തേക്കാണ് ഇപ്പോൾ കയറിയേക്കണത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ കാര്യത്തിനൊപ്പം തന്നെ പറഞ്ഞു വന്നത് ഈ തൃശ്ശൂരിൽ എന്താണ് മുരളീധരന് കുരുതി കൊടുത്താണ് UDF എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ CPIയുടെ സുനിൽകുമാറിന് ഇവരും അങ്ങോട്ട് കുരുതി കൊടുത്ത്. പക്ഷേ ഈ മുരളീധരനും ഈ CPM-ൽ പണ്ടത്തെ നമ്മുടെ കൃഷിമന്ത്രി സുനിൽകുമാറൊക്കെ പൊട്ടിയതിൻ്റെ പുറകിൽ വേറെ ഒരു രഹസ്യം ഉണ്ടെന്നാണ് ഇപ്പോൾ ആളുകളൊക്കെ പറയണത്. അതിൻ്റെ കൃത്യമായ റിപ്പോർട്ടുകളൊക്കെ ചില ആളുകൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ചില ഹിക്മത്തൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതായത് ഈ വീണാ വിജയൻ ഉണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ മോള്, ആ പുള്ളയ്ക്ക് ഇപ്പോൾ കേസായിട്ട് കുന്തായി കുട്ടീശ്വരായിട്ട് നടക്കുകയാണല്ല. അതായത് ഈ മാസപ്പടി CMR കരിമണൽ കമ്പനിയിൽ നിന്ന് മാസപ്പടി മേടിച്ചൊരു കേസ് ഉണ്ടല്ലോ, 1,52,00,000 ഒരു കേസ്. അങ്ങനെ 100 കേസ് അതുമ്പോൾ ചുറ്റിപ്പറ്റി വേറെ ഒരു എംപവർ കമ്പനി എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് വേറെ 66 ലക്ഷം വേറെ മേടിച്ചത്, കൈക്കടായിട്ട് മേടിച്ചത്. ഇങ്ങനെ 100 കേസ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കണ്, IT വിഭാഗം അന്വേഷിക്കണ്, ED അന്വേഷിക്കണ്. അപ്പോൾ ഇനി ഒരു തരത്തിലും നിക്കക്കള്ളില്ലാണ്ട് വരുമ്പോൾ ഈ വീണാമോള് മെല്ലെ ഇങ്ങനെ തീഹാർ ജയിലിലേക്ക് പോകേണ്ടി വരും എന്നൊരു സൂചന കിട്ടി. അഴിമതിനെ എതിർക്കണ ഏറ്റവും വലിയ ആളാണെന്നും പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നത് ആര്? അരവിന്ദ് കെജ്രിവാൾ ഇല്ലേ? ഈ കെജ്രിവാൾ ഇപ്പോൾ എവിടെ കിടക്കണേ? തീഹാർ ജയിലിൽ. കാര്യം എന്താ? മദ്യ ലോബിയുടെ കയ്യിൽ നിന്ന് 100 കോടി രൂപ മേടിച്ച് ഈ കാശൊക്കെ എവിടെ പോയിന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഗോവയിലും മറ്റും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടായിട്ട് അതങ്ങോട്ട് പോയി. ആ കാശൊക്കെ അവിടെ കൊണ്ടുപോയി കൈപ്പങ്കലയ്ക്ക് പോയി.
അപ്പോൾ അഴിമതിക്കെതിരെ ഞാനാണ് കുരിശുയുദ്ധം നടത്തുന്നതെന്ന് പറഞ്ഞ ആൾ കുരിശും പിടിച്ചിട്ട് വന്ന ആൾ ഇപ്പോൾ എവിടെ നടക്കണേ? അതിലും വലിയ കുരിശ് പിടിച്ചിപ്പോൾ ഈ തിഹാർ ജയിലിൽ പോയി കിടക്കുകയാണ്. അത് വലിയ കുരിശായി. അഴിമതിക്കെതിരെ ഞാൻ കുരിശുയുദ്ധം നടത്തുന്ന പറഞ്ഞ ആൾക്ക് ആ പറഞ്ഞതിപ്പോൾ വലിയ കുരിശായി. ED കണ്ടെത്തി, കുറേ 100 കോടിയുടെ ഒരു കാര്യം കണ്ടെത്തി, ആളവിടെ പോയി കിടക്കുകയാണ്. അതുപോലെ ഈ വീണാമോളും പോയി കിടക്കേണ്ടി വരും എന്നുള്ള കൃത്യമായ സൂചന കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു നീക്കുപോക്ക് അങ്ങോട്ട് ഉണ്ടാക്കിയെന്ന് പറയണേ ഈ BJP ആയിട്ട്. എന്ത് നീക്കുപോക്ക്? BJPക്ക് ഈ കുറി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ പറ്റണം. 8 നിലയിൽ പൊട്ടിയ K മുരളീധരൻ പറഞ്ഞ പോലെ ബാങ്കിൽ അക്കൗണ്ടല്ല, ആ അക്കൗണ്ടൊക്കെ അവരെടുത്തിട്ടുണ്ട്. അവരിൽ എന്താണ് ആയിരക്കണക്കിന് കോടി, ലക്ഷക്കണക്കിന് കോടി അവരുടെ കയ്യിലുണ്ട്. ഇവർ വേറെ അക്കൗണ്ടൊന്നും എടുത്ത് കൊടുത്തിട്ടൊന്നും വേണ്ട. ഈ കേരളത്തിൽ നിന്ന് 3 പേരെങ്കിലും BJPയുടെ ടിക്കറ്റിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് അങ്ങോട്ട് വിടണം. പാർലമെൻറ്റിലേക്ക് മോദിയുടെ ഇടവും വലമൊക്കെ ഇരിക്കാൻ വേണ്ടി വിടണമെന്ന് പറഞ്ഞ് എന്നിട്ട് വിടാൻ പറ്റുക? അപ്പോൾ ഇവർ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച് എന്താണ് ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും ഒക്കെ ഇഞ്ചോടിഞ്ച് തീപാർന്ന മത്സരമായിരുന്നു ഇല്ലേ? അവസാനം അടൂർ പ്രകാശ് എത്ര വോട്ടിനെ ജയിച്ചത്? അവിടെ 500 വോട്ടിനാണ് 616 വോട്ടാ, അത്രയും കണ്ടാണ് വോട്ട്. അതുപോലെ തിരുവനന്തപുരത്തും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഈ തിരുവനന്തപുരവും തൃശ്ശൂരും ആറ്റിങ്ങിലും അങ്ങോട്ട് ഗുരുതി കൊടുത്തിട്ട് വീണാ വിജയനെ രക്ഷിക്കുക, വീണാ വിജയനെ ജയിലിൽ പോകാണ്ടിരിക്കാൻ വേണ്ടി ഈ പറഞ്ഞ ആളുകളെയൊക്കെ അങ്ങോട്ട് ഗുരുതി കൊടുക്കുക എന്നുള്ളൊരു കണ്ടീഷനിൽ കാര്യങ്ങൾ നീക്കി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഇലക്ഷൻ ഫലം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ തന്നെ എല്ലാവർക്കും മനസ്സിലായി. അതിൻ്റെ ഉള്ളുകള്ളികളൊക്കെ അന്വേഷിച്ചപ്പോൾ അതിപ്പോൾ CPI അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. CPMൻ്റെ അകത്ത് തന്നെ പൊട്ടിത്തെറിയുണ്ട്. പുള്ള കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ള ജയിലിൽ പോകണം. അതിന് CPMനെ ഇങ്ങനെ ഗുരുതി കൊടുത്തിട്ടായിരിക്കരുത്, നാണക്കേടുണ്ടാക്കിയിട്ട് ആയിരിക്കരുതെന്നൊക്കെ പറഞ്ഞ് AKG സെൻറ്ററിൽ ഇപ്പോൾ അടി തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല. എന്തായാലും മുഖ്യമന്ത്രിക്ക് ഇനി കൂടുതലായാലും മുന്നോട്ടേക്ക് ഇതും പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റുന്നൊന്നുമില്ല. മുഖ്യമന്ത്രി കസേരയുടെ കാലൊക്കെ ഇളകി തുടങ്ങി. ഇപ്പോൾ എയ്പ്പൊക്കെ വച്ച് കെട്ടിയാണ് അവിടെ ഇരിക്കണമെന്ന് അറിയാൻ സാധിക്കണം. എന്തായാലും ഇപ്പോൾ ഈ തിരുമേനിയുടെ നെഞ്ചത്തേക്ക് പടച്ചേറിക്കൊണ്ടൊന്നും ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പറ്റില്ല എന്ന് പുള്ളിക്കാരനും മനസ്സിലായിട്ടുണ്ട്. ആളുകൾ മൊത്തം ഇളകിയൊക്കെയാണ്. ഇതിപ്പോൾ അവരിപ്പം ഇങ്ങോട്ട് വരും. നാളെ നരേന്ദ്രമോദി അവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് സർക്കാർ അധികാരത്തിലേക്ക് ഇപ്പം ഇങ്ങോട്ട് വരും. ED ആയിട്ടും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസായിട്ട് IT ആയിട്ടൊക്കെ വരും. വീണാമോളുടെ കാര്യം സെറ്റിൽ ചെയ്യാൻ വേണ്ടി തൃശ്ശൂർ കൊടുത്തെന്ന് പറയുന്നുണ്ട്. തൃശ്ശൂർ തന്നെ പറഞ്ഞങ്ങനെ 3 സീറ്റ് പറഞ്ഞിട്ടുണ്ടായി, 1 സീറ്റാണ് കൊടുത്തുള്ളൂ. അപ്പോൾ 2 സീറ്റിന് ഉത്തരം പറയിപ്പിക്കും, അല്ലെങ്കിൽ ഈ വീണാമോളെ അകത്തേക്ക് കൊണ്ടുപോകുന്നൊക്കെയാണ് കേൾക്കണത്. ഇത് ഒരു കേട്ടുകേൾവിയാണ്. എവിടം വരെ എന്തൊക്കെ കാര്യം നടക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. അപ്പം അങ്ങനെ ആയിക്കോട്ടെ. സലാം. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.